ഐഫോൺസിൽ കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടാനായിട്ട് നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് സെറ്റിംഗ്സും പിന്നെ കുറച്ച് ബാറ്ററി ടിപ്സുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കാലം നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നു അത്രയും കാലം നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കുറയുന്നതായിരിക്കും. ഒരിക്കലും നമുക്ക് 100% നമ്മുടെ ബാറ്ററി ലൈഫ് നിൽക്കത്തില്ല. നിങ്ങളുടെ ഫോണിൻ്റെ പഴക്കം അനുസരിച്ച് നിങ്ങളുടെ ബാറ്ററി ലൈഫും കുറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഫോൺ ചാർജ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഫോണിൽ കേസ് ഇല്ലാതെ മാത്രം നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കേസ് ഇട്ടിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു ബാക്ക് പാനൽ എപ്പോഴും കവേർഡായിരിക്കും സമയത്ത് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൈഡിലുണ്ടാകുന്ന ഒരു ഹീറ്റ് കാരണം നമുക്ക് നമ്മുടെ ബാറ്ററിക്കകത്തും കുറച്ചുകൂടെ ആ ഒരു ഹീറ്റ് ചെല്ലുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഹീറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് പെട്ടെന്ന് ഡിഗ്രേഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഒപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചർ വാർണിംഗ് നമ്മുടെ ഫോണിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അത് പലരും കാണാറുണ്ട്. നമ്മുടെ പല കമ്മ്യൂണിറ്റികളിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും ചാർജിങ് ഈസ് ഡിസേബിൾഡ് എന്ന് പറഞ്ഞൊരു തെർമോമീറ്ററിൻ്റെ പടമൊക്കെ ആയിട്ട് നമ്മുടെ ഫോണിൽ കാണിക്കുന്നതായിരിക്കും. ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സിമ്പൽ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കേസ് ഊരി വെച്ചിട്ട് നിങ്ങൾ കുറച്ച് നേരം ഫോൺ മാറ്റി വെച്ചിട്ട് ആ ഒരു സിമ്പൽ പോയതിന് ശേഷം പിന്നെയും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എപ്പോഴും ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് കേസ് ഊരി വെച്ചിട്ട് നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കേസ് ഊരി വെച്ച് ചാർജ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോണിൻ്റെ ആ ഒരു ഹീറ്റൊക്കെ പെട്ടെന്ന് തന്നെ ഡിസിപ്പേറ്റ് ആയി പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ബാറ്ററി ഓവർ ഹീറ്റ് ആവാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജെന്യുവൻ ആക്സസറീസ് മാത്രം നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുക. ഇവിടെ കണ്ടിട്ട് ഇതെൻ്റെ ഐഫോണിൻ്റെ കൂടെ കിട്ടിയ തന്നെ കേബിളാണ്, ഒറിജിനൽ ഐഫോണിൻ്റെ കേബിളാണിത്. അപ്പോൾ ഈ ഒരു ജെന്യുവൻ ആക്സസറീസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇതെൻ്റെ കൂടെ കിട്ടിയ ആ ഒരു 20 വാട്ട് ചാർജറാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർജർ മാത്രം നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ ഉള്ള ചീപ്പ് ചാർജേഴ്സ് ഒന്നും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇപ്പോൾ കാണാൻ പറ്റും ഇതെനിക്ക് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കിട്ടിയൊരു ചാർജറാണ്. ഇത് രണ്ടും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻസും ഇല്ല. പക്ഷേ ഇത് ലോക്കൽ ചാർജറാണ്, ഇത് ഒറിജിനൽ ചാർജറാണ്. നമുക്ക് ഇത് രണ്ടും വെച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകത്തില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർജർ എൻ്റെ ഒറിജിനൽ ചാർജർ എപ്പോഴും ഈ രീതിയിൽ പിന്നെ തുറന്നു വെച്ചിട്ട് ഈ ലോക്കൽ സാധനം ഞാൻ ഈ രീതിയിൽ അടച്ചായിരിക്കും വെച്ചിരിക്കുന്നത്. അതായത് എനിക്കിത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാർക്കൊക്കെ ഇതിനകത്ത് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരേ കണക്കുള്ള കാര്യങ്ങളായിരിക്കും നമുക്കിനകത്ത് കാണുക. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ചാർജറും കാര്യങ്ങളും വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആപ്പിളിൻ്റെ സ്റ്റോറിൽ തന്നെ പോയിട്ട് ഒറിജിനൽ സാധനം വാങ്ങാൻ ശ്രമിക്കുക. ഈ തരത്തിൽ ലോക്കൽ സാധനം ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് പെട്ടെന്ന് ഡീഗ്രേഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള ചാർജേഴ്സ് മാത്രം വാങ്ങിക്കുക. കാരണം നമുക്ക് ആപ്പിളിൻ്റെ ഈ ഒരു കേബിൾ ഈ രീതിയിൽ ഇരിക്കുന്നെങ്കിലും ഇതിനകത്ത് ചെറിയ മൈക്രോ ചിപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചിപ്പ് വെച്ച് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ അവർ ഫോണിന് തന്നെ ഒരു മെസ്സേജ് ചെല്ലുന്നതായിരിക്കും. ഇത് ഒരു ഒറിജിനൽ ആക്സസറി യൂസ് ചെയ്താണ് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതെന്നൊരു മെസ്സേജ് അവർക്ക് ചെല്ലുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ആ ഒരു ഫോൺ പെട്ടെന്ന് ചാർജ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ലോക്കൽ കേബിൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്ന പറഞ്ഞാൽ ഫോണിന് മനസ്സിലാവും ഇത് ലോക്കൽ കേബിളാണെന്ന് അറിയും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോൺ ചിലപ്പോൾ കുറച്ചുകൂടി ചൂടായിട്ടൊക്കെ ആയിരിക്കും ചാർജ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ജെന്യുവൻ ആക്സസറീസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ജെന്യുവൻ ആക്സസറീസ് യൂസ് ചെയ്ത് മാത്രം നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. കറക്റ്റായിട്ടുള്ള ഒരു ചാർജിങ് നടക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ലൈഫ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് അവരെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ഒരു ലോ പവർ മോഡ് എപ്പോഴും അവർ ഓണാക്കി ആയിരിക്കും ഇട്ടിരിക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫോണിൽ ലോ പവർ മോഡ് ഓണാക്കി ഇട്ടിട്ട് എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്ത്. കാരണം നമ്മൾ ഈ ലോ പവർ മോഡ് ഓണാക്കി ഇടുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒത്തിരിയധികം ഫീച്ചേഴ്സ് ഈ ഒരു ഫോൺ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ കറക്റ്റായുള്ള ഫംഗ്ഷനിങ് അവിടെ കറക്റ്റ് ഒത്തിരിയധികം ഫീച്ചേഴ്സും അവിടെ ഓഫ് ആവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ലോ പവർ മോഡ് എപ്പോഴാണ് നിങ്ങൾക്ക് ഒത്തിരി അധികം ബാറ്ററി ലൈഫ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചാർജ് നിൽക്കേണ്ട ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഈ ഒരു ലോ പവർ മോഡ് നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ എപ്പോഴും ലോ പവർ മോഡിൽ നിങ്ങളുടെ ഫോൺ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ എൻ്റെ ലോ പവർ മോഡ് ഞാൻ ഓൺ ആകാറില്ല. കാരണം ഞാൻ എൻ്റെ ഫോൺ ഒരു 15% താഴെ പോകുന്ന ഉടനെ എൻ്റെ ഫോൺ ഞാൻ ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ലോ പവർ മോഡ് ഇട്ടിട്ട് എപ്പോഴും നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യരുത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നേരെ ഇവിടെ ബാറ്ററിയുടെ സെക്ഷനിൽ തന്നെ ഇവിടെ കണ്ടും ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടും ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിംഗ് എന്ന് പറഞ്ഞിട്ട് സെറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇത് എപ്പോഴും നിങ്ങൾ ഇനേബിൾ ആക്കി ഇടുക. അത് പലരും പറയും ഇത് നമുക്ക് ഇനേബിൾ ആക്കിയാലും ഓഫ് ആക്കിയാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന്. പിന്നെ ചിലർ പറയാറുണ്ട് എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഒരിക്കലും 100%ലേക്ക് ചാർജ് ആവുന്നില്ല, ഒരു 80-85 ആകുമ്പോഴത്തേക്കും ചാർജിങ് നിൽക്കുന്നു എന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിംഗ് ഓൺ ആയിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ചാർജിങ് ആ ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും ബ്ലോക്ക് ആവുന്നത്. അതായത് ഒരു 85 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ സ്ലോയിലായിരിക്കും പിന്നീട് ചാർജ് ആവുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഒരു ചാർജ് കയറുന്നില്ല എന്ന് തോന്നുന്നത്. കാരണം ഈ ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി ചാർജിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോർമൽ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ചാർജിങ് സൈക്കിൾ അനുസരിച്ച് ഫോൺ തന്നെ തീരുമാനിക്കും നിങ്ങളുടെ ഫോൺ ഇപ്പം ഈ നേരത്തിനുള്ളിലായിരിക്കും നിങ്ങൾ ഈ ഒരു ഫോൺ ചാർജറിൽ നിന്ന് റിമൂവ് ആക്കുന്നത്. അതുകൊണ്ട് ആ സമയം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്താൽ മതിയെന്ന് ഫോണിന് ഒരു ഡേറ്റ കാണും. അപ്പോൾ അതനുസരിച്ചായിരിക്കും നിങ്ങൾ ഈ ഒരു ടോഗിൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജിങ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഡയറക്റ്റ് 0 to 100 ഒറ്റ സ്ട്രോക്കിൽ തന്നെ ഇത് ചാർജ് ആകുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ നിങ്ങളുടെ എന്നും ഡെയിലി ചാർജ് ചെയ്യുന്ന രീതിക്കായിരിക്കും നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് എത്തുക. അപ്പോൾ ഞാനത് എപ്പോഴും എൻ്റെ ഫോണിൽ ഓണാക്കിയാണ് ഇടാറ്. ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കറക്റ്റായിട്ടുള്ള ചാർജിങ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും.
പിന്നെ നിങ്ങൾ ഈ രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ നേരത്താണ് നിങ്ങളുടെ ഫോൺ ചാർജിലിടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ് ഓണാക്കി ഇടുക. കാരണം നമുക്ക് ആ സമയങ്ങളിലാണ് നമ്മുടെ ഫോൺ ഓവർ ചാർജ് ആവാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോഗിളിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് 100% ആയിട്ട് നിങ്ങളുടെ ഫോൺ നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ ഇത് ഓണാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒറ്റയടിക്ക് ചാർജ് ആയിട്ട് 100% തന്നെ രാത്രി നിൽക്കുന്നതായിരിക്കും. എന്നിട്ട് രാവിലെ വരെ പിന്നും ആ 100% തന്നെ നിൽക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഫോണിന് ദോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നൈറ്റ് ഓവർ ചാർജ് ചെയ്യുവാണെങ്കിൽ ഈ രീതിയിൽ ഈ ഒരു സെറ്റിംഗ് ഓണാക്കി ഇടുക. ഇവിടെ കണ്ടും എൻ്റെ ഒരു ഫോൺ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസത്തിൽ കൂടുതലായി. എന്നിട്ടും എൻ്റെ ഫോൺ ഇവിടെ 100% തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഫോൺ ഓവർനൈറ്റ് ഞാൻ ചാർജ് ചെയ്യാറുണ്ട്. ചാർജ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി ലെങ്തുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ഓവർനൈറ്റ് ആയിരിക്കും ഈ ഒരു വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാറ്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫോൺ ചാർജറിൽ ഇട്ടിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ ഫോൺ ഇപ്പോഴും 100% തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ തരത്തിൽ ഫോൺസ് ചാർജ് ചെയ്യുക. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും ചാർജറിൽ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഗെയിമും കാര്യങ്ങളൊന്നും കളിക്കാതിരിക്കുക. കാരണം നമുക്ക് ഗെയിംസൊക്കെ കളിക്കുന്ന സമയത്ത് ഒത്തിരി ഒരു പവറിൻ്റെ ഒരു ആവശ്യം വരാറുണ്ട്. അതായത് നിങ്ങളുടെ GPU ഒക്കെ കൂടുതൽ വർക്ക് ആവേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ചാർജറിൽ ഇട്ടുകൊണ്ട് ഗെയിംസ് ഒന്നും കളിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് തന്നെ ചൂടാവുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ബാറ്ററി ലൈഫ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിനകത്ത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്നതിന് നിങ്ങൾക്ക് ഇവിടെ ആക്സസിബിലിറ്റി കിട്ടുന്നതായിരിക്കും. ആക്സസിബിലിറ്റി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട് മോഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടിട്ടും റെഡ്യൂസ് മോഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് നിങ്ങളുടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ്യൂസ് മോഷൻ നിങ്ങൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് അത്യാവശ്യം കുറച്ച് ആനിമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഹോം സ്ക്രീൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നാക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടിട്ടും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐക്കൺസ് ചെറുതായിട്ടൊന്ന് അനങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ ആനിമേഷൻസ് ഒക്കെ നമ്മുടെ ഫോണിൽ ഡിസേബിൾ ചെയ്യാനാണ് നമുക്ക് ഈ ഒരു റെഡ്യൂസ് മോഷൻ എന്ന് പറഞ്ഞൊരു ടോഗിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോഗിൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ കുറച്ച് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആപ്സ് ഒക്കെ ഓപ്പൺ ആവുന്ന സമയത്തുള്ള ചെറിയ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവുന്നതായിരിക്കും. ആ ഒരു ആനിമേഷൻസ് ഓഫ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് 13 സീരീസിന് മുകളിലോട്ടുള്ള ഫോൺസിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടും ലിമിറ്റ് ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ 120 ഹെർട്സ് എന്നുള്ള ആ റിഫ്രഷ് റേറ്റ് മാറിയിട്ട് 60 ഹെർട്സിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് കുറച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ആ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കുറച്ച് ഒഴിവാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾ ഓഫാക്കി ഇടുക. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കിട്ടാനായിട്ട് നിങ്ങളുടെ ഫോൺ എപ്പോഴും നിങ്ങൾക്ക് ഡാർക്ക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ലൈറ്റ് മോഡിൽ ഇടുവാണെങ്കിൽ എൻ്റെ ഫോണിൽ ഒത്തിരി പിക്സൽസ് കാണുന്നതായിരിക്കും. ആ പിക്സൽസ് എല്ലാം ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിരിക്കുന്നത്. ഇവിടെ കണ്ടും എൻ്റെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ സെറ്റിംഗ്സ് എടുത്താൽ തന്നെ ഇത് ഫുൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റ് പിക്സൽസ് എല്ലാം ഇപ്പോൾ ആക്റ്റീവാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു വൈറ്റ് പിക്സൽസ് എല്ലാം ആക്റ്റീവ് ആക്കാനായിട്ട് നമ്മുടെ ഫോണിനകത്ത് കൂടുതൽ ബാറ്ററി പവർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഡാർക്ക് മോഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടും ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട്. ബ്ലാക്ക് പിക്സൽസ് നമുക്ക് അധികം ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് പിക്സൽസ് എത്ര കൂടുന്നു അത്രത്തോളം നമുക്ക് ബാറ്ററി ലൈഫ് കുറച്ച് മതി നമ്മുടെ ഡിസ്പ്ലേ ഓണായി ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് സ്ക്രീനായിട്ട് നമുക്ക് ആ ഒരു നമ്പർ മാത്രം കാണിക്കുന്നത്, അതായത് നമ്മുടെ ടൈം മാത്രം കാണിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ടൈമിൻ്റെ ആ ഒരു പിക്സൽ മാത്രമേ അവിടെ ഓണായിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേസ് ഉള്ള ഫോണിലൊക്കെ നമുക്ക് ബാറ്ററി ലൈഫ് ഇതൊക്കെ ഓണാക്കിയിട്ടായിരുന്നു നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. പിന്നെ നമുക്ക് 14 സീരീസിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേക്കകത്ത് പോയി കഴിഞ്ഞാൽ നേരെ താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഒരിക്കലും ഞാൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേസ് ഓണാക്കി ഇടാറില്ല. കാരണം എനിക്ക് ഈ ഒരു തരത്തിലുള്ളൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എനിക്ക് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഞാൻ ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓണാക്കി ഇട്ടാലും നിങ്ങൾക്ക് ബാറ്ററി ലൈഫിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒപ്റ്റിമൈസേഷൻ നിങ്ങളുടെ ഫോണിലുണ്ട്. എന്നാലും പക്ഷേ അത് ഓണായിരിക്കുന്നത് കാണാൻ വലിയ രസമില്ല. അതുകൊണ്ട് ഞാൻ അത് ഓണാക്കി ഇടാറില്ല. അപ്പോൾ ഈ സെക്ഷൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടും റൈസ് ടു വേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ടോഗിൾ നിങ്ങൾ എപ്പോഴും ഓഫാക്കി ഇടുക. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ചെറുതായിട്ട് ടേബിൾ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫോണൊന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ ഓണായിട്ട് വെറുതെ ഒരു ആവശ്യമില്ലാതെ ഡിസ്പ്ലേ ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെറുതായിട്ട് നിങ്ങളുടെ ഡിസ്പ്ലേ ഓൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കുറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ ഓട്ടോ ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ലോക്ക് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് 30 സെക്കൻഡ് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്പ്ലേ എപ്പോഴും നെവറിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം എനിക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫോൺ ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി ഈ ഒരു നെവറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫോണിൽ ഒരു ഓട്ടോ ലോക്ക് 30 സെക്കൻഡ് ഇട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് സെറ്റിങ്സിൽ വേറൊരു സെറ്റിംഗ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ആക്സസിബിലിറ്റി എടുക്കുക. നേരെ ഇവിടെ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ റെഡ്യൂസ് വൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ റെഡ്യൂസ് വൈറ്റ് പോയിന്റ് ഇടുന്നതനുസരിച്ച് നിങ്ങളുടെ ഫോണിലുള്ള ഡിസ്പ്ലേ കുറച്ചുകൊണ്ട് ഡിമ്മോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിസ്പ്ലേ നിങ്ങൾക്ക് ഈ ഒരു റെഡ്യൂസ് വൈറ്റ് പോയിന്റ് ഇടുന്ന വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ ഫോണിനകത്തുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു പിക്സൽസ് കുറച്ചും കൂടെ ഡിമ്മാക്കിയാണ് ഈ റെഡ്യൂസ് വൈറ്റ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കൂടെ കുറച്ചും കൂടെ കൂട്ടിയും കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റെഡ്യൂസ് വൈറ്റ് പോയിൻറ്റിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോർമലായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ
ഡിസ്പ്ലേയുടെ ആ ഒരു ബ്രൈറ്റ്നസ് കുറച്ചായിരുന്നു. അതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെഡ്യൂസ് വൈറ്റ് പോയിൻറ്റ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു റെഡ്യൂസ് വൈറ്റ് പോയിൻറ്റും കൂടെ നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ആക്റ്റീവാക്കി ഇടുക. ഒരു 80% ഒക്കെ ആയിരിക്കും കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെറ്റിംഗ്സ് നേരെ താഴേക്ക് വന്നാൽ നിങ്ങളുടെ ജനറൽ എടുക്കുക. ജനറൽ എടുത്തിട്ട് നേരെ താഴേക്ക് വന്ന് ഇവിടെ കിട്ടും ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ നേരെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ആപ്സിൻ്റെ ടോഗിൾ ഇവിടെ ഓൺ ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഇതെല്ലാം എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഫോൺ ഈ ഒരു ആപ്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു ആപ്സ് എല്ലാം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഫോണിൽ നെറ്റുമായിട്ട് കണക്റ്റ് ആയിട്ട് എന്തെങ്കിലും പുതിയ ഡേറ്റാസ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്സാണ് ഈ ഒരു കാണുന്നതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റാസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ മുകളിൽ വന്നിട്ട് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ഒരു ആപ്പും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡേറ്റാസ് ഫെച്ച് ചെയ്യാൻ വേണ്ടി നോക്കത്തില്ല. അതായത് നമുക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് നമുക്ക് ഈ വഴി കിട്ടുന്നതായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടും ടേണിംഗ് ഓഫ് ആപ്സ് മേ ഹെൽപ്പ് പ്രിസർവ് ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞ് ആപ്പിൾ തന്നെ ഈ ഒരു സെറ്റിങ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഇതൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് നമുക്ക് ഇവിടെ ഫോണിൽ തന്നെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്സ് മാത്രം നിങ്ങളിവിടെ ഓണാക്കുക. അപ്പം മെയിനായിട്ട് നിങ്ങളൊരു ഫൈൻഡ് മൈയോ അല്ലെങ്കിൽ മാപ്പൊക്കെ മാത്രം നിങ്ങളിതിനകത്ത് ഓണാക്കി വയ്ക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാതിരിക്കുക, അതെല്ലാം ജസ്റ്റ് ഓഫ് ചെയ്തിടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വളരെ നല്ലൊരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കുറച്ച് ബാറ്ററി ടിപ്സ് ഉണ്ട്, അത് ഞാൻ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഉപകാരപ്പെടുകയിലേക്ക് കൂട്ടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.